ഇര ഓടി രക്ഷപ്പെടില്ലെന്ന് ഉറപ്പാക്കാൻ കാൽപാദത്തിൽ കടിക്കുന്ന കരടിയുടെ തന്ത്രം. സമാനമായ ക്രൂരതയോടെ കരുനാഗപ്പള്ളിയിൽ അലുവ അതുലിനെ വെട്ടിത്തീർത്ത് എതിർസംഘം. ജിം സന്തോഷ് വധക്കേസിലെ ഒന്നാം പ്രതിയായ അലുവ അതുലിനെ പട്ടാപ്പകൽ നടുറോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി ബ്ലാക്ക് വിഷ്ണു ഉൾപ്പെടെയുള്ള 4 പേർ പോലീസ് കസ്റ്റഡിയിലായി. വിഷ്ണുവിന് പുറമെ ഹുസൈൻ, ആഷിഖ് സഹായികളായ 2 പേർ എന്നിവരാണ് പിടിയിലായത്. വയനകം, കടത്തൂർ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട കുടിപ്പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ശനിയാഴ്ച രാവിലെ 11:15 പുതിയകാവ് ജംഗ്ഷന് സമീപമായിരുന്നു സിനിമയെ വെല്ലുന്ന കൊലപാതകം. ജാമ്യത്തിലിറങ്ങി സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങുകയായിരുന്ന അതുലിന്റെ കാറിനെ ഹരിയാന രജിസ്ട്രേഷൻ കാറിലെത്തിയ സംഘം പിന്തുടർന്ന് ഇടിച്ചു തെറിപ്പിച്ചു. നിർമ്മാണത്തിലിരുന്ന റോഡിലെ താഴ്ചയിലേക്ക് അതുലിന്റെ കാർ മറിഞ്ഞതോടെ ആയുധങ്ങളുമായി ചാടിയിറങ്ങിയ സംഘം ആക്രമണം തുടങ്ങി. ഓടി രക്ഷപ്പെടാതിരിക്കാൻ അതുലിന്റെ ഇടുപ്പിലും കാലിലുമാണ് സംഘം ആദ്യം വെട്ടിയത്. കൊല്ലരുത്, എല്ലാം പറഞ്ഞു തീർക്കാം എന്ന് അതുൽ അപേക്ഷിച്ചിട്ടും തല വെട്ടിപ്പിളർന്നു. കാലുകൾ സ്റ്റീറിംഗിനടിയിൽ കുടുങ്ങിയപ്പോൾ അവ വെട്ടിമാറ്റിയാണ് പുറത്തേക്കിറക്കിയത്. മരണം ഉറപ്പാക്കിയ ശേഷമാണ് സംഘം മടങ്ങിയത്. ഒപ്പമുണ്ടായിരുന്ന കുക്കു എന്ന മനുവിനും വെട്ടേറ്റു. 2025 മാർച്ചിൽ ജിം സന്തോഷിനെ അമ്മയുടെ മുന്നിലിട്ട് കൊലപ്പെടുത്തിയതിന്റെ 1-ാം വാർഷികത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ പ്രതികാരം. വർഷങ്ങൾക്ക് മുൻപ് ബസ്യാർഡിലുണ്ടായ ചെറിയ തർക്കം വാട്സപ്പിലെ കൊലവിളികളായും പിന്നീട് കൊലപാതക പരമ്പരയായും മാറുകയായിരുന്നു. ജിം സന്തോഷിന്റെ ആളുകൾ ഇതിനായി മുൻകൂട്ടി പിരിവ് നടത്തിയതായും സൂചനയുണ്ട്. അതുലിന് വധഭീഷണിയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും പോലീസ് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. പിടിയിലായ പ്രതികൾ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രദേശം ഇപ്പോൾ വൻ പോലീസ് കാവലിലാണ്. നാടിനെ നടുക്കിയ ജിം സന്തോഷ് വധക്കേസിന് 1 വർഷം തികയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രധാന പ്രതി അലുവ അതുലിനെ കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്ന് പോലീസ്. കരുനാഗപ്പള്ളിയിലെ കടത്തൂർ ഗുണ്ടാ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. ഓച്ചിറയിലെ വയനകം സംഘത്തിലെ സജീവ അംഗമായിരുന്നു കൊല്ലപ്പെട്ട അലുവ അതുൽ. വർഷങ്ങളായി തുടരുന്ന 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പകയാണ് പുതിയകാവിലെ ചോരക്കളിക്ക് കാരണമായത്. കഴിഞ്ഞ വർഷം ജിം സന്തോഷിനെ അമ്മയുടെ മുന്നിലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം മടങ്ങുന്നതിനിടെ അതുലും സംഘവും കടത്തൂർ സംഘത്തിലെ 2 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ഇപ്പോൾ അതുലിന്റെ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് കരുതുന്നു. ജിം സന്തോഷ് വധത്തിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് തന്നെ പ്രതികാരം വീട്ടണമെന്ന ലക്ഷ്യത്തോടെ കടത്തൂർ സംഘം ചരടുവലികൾ നടത്തിയിരുന്നു. ജാമ്യത്തിലിറങ്ങിയ അതുൽ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനെത്തുന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞ സംഘം കൃത്യമായ നിരീക്ഷണം നടത്തിയാണ് ആക്രമണം അഴിച്ചുവിട്ടത്. പരിക്കേറ്റ അതുലിനെ പുറത്തേക്ക് വലിച്ചിറക്കി മരണം ഉറപ്പാക്കിയ ശേഷമാണ് അക്രമി സംഘം സ്ഥലം വിട്ടത്. കരുനാഗപ്പള്ളി, ഓച്ചിറ മേഖലകളിലെ ഗുണ്ടാ ശൃംഖലയെ അമർച്ച ചെയ്യാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.